നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കൂടൽമാണിക്യം കഴകം നിയമനം ഭരണസമിതി തീരുമാനം അപലപനീയമെന്ന് വാര്യർ സമാജം. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തുക അനുവദിച്ചതിനെതിരെ കൂടൽമാണിക്യം ദേവസ്വം രംഗത്ത്. നഗരവീഥികളെ അമ്പാടികളാക്കി മാറ്റി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭയാത്ര. അഖില കേരള മാർഗംകളി മത്സരത്തിൽ കോട്ടയം സെന്റ് തോമസ് പുന്നന്തറ ജേതാക്കൾ. വാർത്തകൾ വിശദമായി. കൂടൽമാണിക്യം കഴകം നിയമനം ഭരണസമിതി തീരുമാനം അപലപനീയമെന്ന് വാര്യർ സമാജം. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനം വിഷയത്തിൽ സിവിൽ കോടതിയുടെ കണ്ടെത്തലിന് വിധേയമായിട്ടായിരിക്കണം കഴകം നിയമനം എന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച സ്ഥിതിക്ക് തൽസ്ഥിതി തുടരാൻ കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതിക്ക് ബാധ്യതയുണ്ടെന്ന് സമസ്ത കേരള വാര്യർ സമാജം ഇരിങ്ങാലക്കുട യൂണിറ്റ് യോഗം ചൂണ്ടിക്കാട്ടി. നിയമവ്യവസ്ഥകളെയും കോടതികളെയും വെല്ലുവിളിച്ച് ആചാര്യങ്ങളിൽ കൈകടത്താൻ ഭരണസമിതി മുതിരുന്നത് പ്രതിഷേധാർഹമാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് ഭക്തജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തി ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ അവസാന വാക്കായ തന്ത്രിയെ നോക്കുകുത്തിയാക്കി ഭരണസമിതി നടത്തുന്ന നടപടികൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കാരായ്മ കഴക പ്രവൃത്തി കുടുംബാംഗമായ തെക്കേ വാര്യത്തെ TV ഹരികൃഷ്ണന് കാരായ്മ കഴകം നിലനിർത്തി കിട്ടുന്നതിന് കോടതിയെ സമീപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകാനും യോഗം തീരുമാനിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PV രുദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി A അച്യുതൻ, VV ഗിരീശൻ, AC സുരേഷ്, S കൃഷ്ണകുമാർ, T രാമൻകുട്ടി, KV രാജീവ്, വാര്യർ എന്നിവർ പ്രസംഗിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനവുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധി കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് കരുത്ത് പകരുന്ന വിധിയെന്ന CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് പ്രസ്താവനയിൽ പറഞ്ഞു. നവോത്ഥാന പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ കുട്ടംകുളം സമരത്തിന്റെ പൈതൃകം പേറുന്ന ഇരിങ്ങാലക്കുടയിൽ കഴകം നിയമന വിവാദം കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന്റെ നേട്ടങ്ങളെ പുറകോട്ട് വലിക്കുന്ന സംഭവമായാണ് കണ്ടിരുന്നത്. വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയവരെയും സമയോചിതമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായ ദേവസ്വം ഭരണസമിതിയെയും CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അനുമോദിച്ചു. ഇരിങ്ങാലക്കുട ഠാണാവിലെ പഴയ പോലീസ് സർക്കിൾ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തുക അനുവദിച്ചതിനെതിരെ കൂടൽമാണിക്യം ദേവസ്വം രംഗത്ത്. പഴയ പോലീസ് സർക്കിൾ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ആഭ്യന്തര വകുപ്പിന്റേതല്ലെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ ഠാണ ജംഗ്ഷനിൽ പഴയ പോലീസ് സർക്കിൾ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കാനും അടിയന്തര പ്രതികരണ സംവിധാനം പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സ്ഥാപിക്കുവാനുമായി സർക്കാർ 5,68,00,000 രൂപ അനുവദിച്ച് സെപ്റ്റംബർ 8-നാണ് ഉത്തരവിട്ടത്. പണം അനുവദിച്ച വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപിയുടെ പ്രതികരണം. പ്രസ്തുത സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് തുക അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് സംബന്ധിച്ച് ദേവസ്വത്തിന് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല. മാധ്യമ വാർത്തകൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. സ്ഥലം പോലീസ് വിഭാഗത്തിന്റേതാണെന്ന് കാണിക്കുന്ന യാതൊരു രേഖയും ഇതുവരെയും അധികൃതർക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടില്ല. ഈ ഭൂമി കൂടൽമാണിക്യം ദേവസ്വത്തിന്റേതാണെന്നും CI ഓഫീസും ജയിലും മാറ്റിയ സാഹചര്യത്തിൽ ഭൂമി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട് എല്ലാ ഓഫീസുകളിലും ദേവസ്വം അപേക്ഷ നൽകിയിട്ടുണ്ട്. സ്ഥലം കൂടൽമാണിക്യം ദേവസ്വത്തിന്റേതാണെന്നും അത് തിരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ദേവസ്വം ഹാജരായി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ചൂണ്ടിക്കാട്ടി. ദേവസ്വത്തിന് ഇതിനെ സംബന്ധിച്ചുള്ള രേഖമൂലമുള്ള യാതൊരു അറിയിപ്പുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. പത്രത്തിൽ വന്ന വാർത്ത മാത്രമേ ദേവസ്വത്തിന് അറിവുള്ളൂ. വിപുലമായ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. നഗരവീഥികളെ അമ്പാടികളാക്കി മാറ്റി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭയാത്രകൾ നടന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭയാത്രകൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ച് മഹാശോഭയാത്രയായി കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു.
ഇരിങ്ങാലക്കുട കാരുകുളങ്ങര ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ശോഭയാത്ര തൃത്താണി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ശോഭയാത്ര കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐക്കരക്കുന്ന് മായൻകാവ് ക്ഷേത്രം, ഡോക്ടർ പടി, പടിഞ്ഞാട്ടുമുറി എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭയാത്രകൾ കോലോത്തുംപടിയിൽ സംഗമിച്ച് നടവരമ്പ് ശ്രീ തൃപ്പയ്യ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ പോർത്തുശ്ശേരി കണ്ടാരന്തറ മൈതാനിയിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര മാപ്രാണം വാതിൽമാടം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ സമാപിച്ചു. പെൺകൊടിമാരുടെ ഓമൽ തീരിക്കനവ് കവർന്നീടാം മായക്കാഴ്ചകളോടെ മനസ്സിലെ മിന്നും കൊന്നുമണിഞ്ഞീടാം നന്ദൻ ചോര നവരിത ചോര മുരളിയിലൊരു ചെറു നറുപടി അരുത പാടാം മനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ CLCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള മാർഗംകളി മത്സരത്തിൽ കോട്ടയം സെന്റ് തോമസ് പുന്നന്തറ ജേതാക്കളായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, ചേർത്തല സെന്റ് മേരീസ് ചർച്ച് മുട്ടം എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. സമാപന സമ്മേളനം രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർ പോളി കണ്ണൂക്കാടൻ സമ്മാനദാനം നിർവഹിച്ചു.
JRJ ആയുർവേദിക് കോസ്മെറ്റിക്സ് മാനേജിംഗ് ഡയറക്ടർമാരായ ജോസഫ് അറയ്ക്കൽ, ജോമി ജോസഫ്, കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി നമ്പളം, കത്തീഡ്രൽ ട്രസ്റ്റി അഡ്വക്കേറ്റ് MM ഷാജൻ, CLC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷോബി കെ പോൾ, പ്രൊഫഷണൽ CLC സെക്രട്ടറി ഡേവിസ് പടിഞ്ഞാറേക്കാരൻ, കത്തീഡ്രൽ CYM പ്രസിഡന്റ് ഗോഡ്സൺ റോയ് എന്നിവർ പങ്കെടുത്തു. CLC വർക്കിംഗ് ഡയറക്ടർ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. സീനിയർ CLC പ്രസിഡന്റ് അജയ് KB സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വിനു ആന്റണി നന്ദിയും പറഞ്ഞു. മനസ്സിലാക്കുന്നത് നല്ല മികവോടുകൂടെ 8 ഗ്രൂപ്പുകളും തങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പൈതൃകമായിട്ടുള്ള ഒരു കലാരൂപമാണ് മാർഗംകളി. ഇന്ന് മേക്കാമോതിരവും മുണ്ടിൻ ചട്ടയും ഒക്കെ ഒരു പുരാതനമായിട്ടുള്ള വസ്ത്രമാണ് എന്നുള്ള നിലയിൽ കാണുന്നത് മാർഗംകളിയിലൊക്കെയാണ്. ക്രൈസ്തവ പൈതൃകത്തെ കലാരൂപത്തിലും വസ്ത്രവേഷാബോധങ്ങളിലുമൊക്കെ പ്രകടമാകുന്ന ഈ കലാരൂപം നമ്മെ പൈതൃകമായിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ ജനതയുടെ ചൈതന്യത്തിലേക്ക് കൂടുതൽ വരുവാൻ പ്രോത്സാഹിപ്പിക്കും. CLC ആണ് ഇത് സംഘടിപ്പിച്ചിരിക്കുക. കത്തീഡ്രലിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ CLC ഉണ്ട്, യൂത്തിൻ്റെ CLC ഉണ്ട്, പ്രൊഫഷണൽ CLC ഉണ്ട്. 3 വിഭാഗക്കാരും നല്ല ചൈതന്യത്തോടു കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ജോമി നന്നായിട്ട് താല്പര്യമെടുത്തു. CLCയുടെ കഴിഞ്ഞ പ്രാവശ്യം യുവപ്രതിഭകളാണ് ജീവൻ പിടിച്ച് ഓടി നടന്നിരുന്ന പഠിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വരുമാനവും മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിജു കൂനൻ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് വിശുദ്ധ കുരിശിന്റെ ആശീർവാദം, തിരുശേഷിപ്പ് ചുംബിക്കൽ, പ്രതിഷ്ഠാ കുരിശ് പുനഃപ്രതിഷ്ഠിക്കൽ, വർണ്ണമഴ എന്നിവ നടന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ച് പുഷ്പകുരിശ് എഴുന്നള്ളിപ്പ് നടന്നു. ഉണ്ണിമിശിഹ കപ്പേളയിൽ നിന്നും ആരംഭിച്ച പുഷ്പകുരിശ് എഴുന്നള്ളിപ്പ് ദേവാലയത്തിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് റോൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലയിലെ സബ് ജൂനിയർ ബോയ്സ് വിഭാഗം കുട്ടികൾക്ക് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെയും പ്രോ വീൽസ് സ്കേറ്റിംഗ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. സെന്റ് മേരീസ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം കത്തീഡ്രൽ വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജോയ് PR സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അജോ ജോൺ, സ്റ്റാഫ് പ്രതിനിധി ബിന്ദു റപ്പായി എന്നിവർ ആശംസകൾ നേർന്നു. ഹൈസ്കൂൾ പ്രധാന അധ്യാപിക റീജ ജോസ് സ്വാഗതവും കായിക അധ്യാപകൻ ഡേവിസ് പോൾ ചിറയത്ത് നന്ദിയും പറഞ്ഞു. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് പാരന്റ്സ്. ഞാൻ എന്താണെങ്കിലും പറയാനറിയാമോ, ആദ്യം തന്നെ അവരുടെ കൺസേൺ അറിയിച്ചു. എനിക്ക് തോന്നുന്നു ആൻസൺ സാറാണ് തോന്നുന്നു കൺസേൺ അറിയിച്ചത്. അതായത് AI ഒക്കെ വന്നാൽ ആകെ കുഴഞ്ഞു മറിയൂ എന്നുള്ളത് ഇവരുടെ മനസ്സിൽ ഇവർ ഭയങ്കര മുന്നിട്ട് കണ്ടിട്ടുള്ളവരാണ് ഈ അച്ഛനമ്മമാർ. AI വന്നാലും എന്തു വന്നാലും ഇന്ന് ഇവിടുത്തെ കോംപ്ലിക്കേഷൻസ് തരണം ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ മുന്നോട്ടിറക്കാനുള്ള ഒരേ ഒരു മാർഗം ഗെയിംസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് പറയും, ഒരു ട്രെയിനിൽ 1 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ പോയാൽ അതിന്റെ കൂടെ ഒരു മൊബൈൽ പോയി കിട്ടണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഒരു മൊബൈൽ അവിടെ ഉണ്ടെങ്കിൽ ആ ലൊക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ട്. ആ കള്ളനെ പിടിക്കാനായിട്ട് കുറെ കൂടി എളുപ്പമുണ്ട്. അതുപോലെ തന്നെ എന്ത് ഒരു കാര്യം വരുമ്പോഴും അതിനെ ആക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തൊരു ഇഷ്യൂ വരുമ്പോഴും അതിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം ഇന്ന് കുഞ്ഞുങ്ങളെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കറിയാം, അത് ഏറ്റവും തുടക്കം ഇന്നത്തേത് മൊബൈൽ ആയിരിക്കും, രണ്ടാമത്തേത് ഡ്രഗ്സ് ആയിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടൽമാണിക്യം കഴകം നിയമനം ഭരണസമിതി തീരുമാനം അപലപനീയമെന്ന് വാര്യർ സമാജം. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തുക അനുവദിച്ചതിനെതിരെ കൂടൽമാണിക്യം ദേവസ്വം രംഗത്ത്. നഗരവീഥികളെ അമ്പാടികളാക്കി മാറ്റി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭയാത്ര. അഖില കേരള മാർഗംകളി മത്സരത്തിൽ കോട്ടയം സെന്റ് തോമസ് പുന്നന്തറ ജേതാക്കൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.